മോഡൽ എക്സാം ഒക്കെ അടുക്കാറായിട്ടുണ്ടല്ലേ. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ കുട്ടികൾക്ക് പലർക്കും മോഡൽ എക്സാം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ടെൻഷനാണ്. അപ്പോൾ ആ ഒരു ടെൻഷൻ മാറ്റിയിട്ട്, ഇത് മാത്രമല്ല നിങ്ങൾ ഇപ്പോൾ SSLCയിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഫസ്റ്റത്തെ മോഡൽ എക്സാം കൂടിയാണ്. ഇപ്പോൾ +1 +2 ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഒരു മോഡൽ എക്സാം ഒക്കെ അവർ എഴുതിയിട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ ഫസ്റ്റത്തെ മോഡൽ എക്സാം ആണ്. എങ്ങനെയാണ് എക്സാം എഴുതേണ്ട കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടാവില്ല. പ്രത്യേകിച്ച് ഇപ്പം നിങ്ങൾ കുറേ സിറ്റുവേഷൻസിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അപ്പോൾ ആ ടെൻഷൻ ഒന്ന് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സാമിനർ നിങ്ങളുടെ മോഡൽ എക്സാമിന് മുൻപ് തന്നെ നമ്മളൊരു മോഡൽ എക്സാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ എക്സാമിനറിൻ്റെ ഒരു മോഡൽ എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മുടെ ബാച്ചിലുള്ള മക്കൾക്കും അതുപോലെ തന്നെ നമ്മുടെ ക്രാഷ് ബാച്ചിലുള്ള കുട്ടികൾക്കൊക്കെ കിട്ടുന്നുണ്ടാകും. അപ്പം ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് February 5-നാണ്. ഓക്കെ, അപ്പോൾ February 5 മുതൽ നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലുള്ളതും ക്രാഷ് കോഴ്സിലുള്ളതും നമ്മുടെ ലക്ഷ്യ ബാച്ചിലുള്ള എല്ലാ മക്കൾക്കും ഈ ഒരു മോഡൽ എക്സാം കിട്ടുന്നുണ്ടാകും. പ്രീ മോഡൽ എക്സാം, നമ്മുടെ എക്സാമിനറിൻ്റെ മോഡൽ എക്സാം എൻ്റെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒരു ടൈം ടേബിളാണ് നിങ്ങളിവിടെ കാണുന്നുണ്ടാവുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മക്കളെ, ഈ മോഡൽ എക്സാം നമ്മുടെ ബാച്ച് സ്റ്റുഡൻസിന് മാത്രമാണ്. ഇനിയിപ്പോൾ നമ്മുടെ ബാച്ചിലില്ലാത്ത ഏതെങ്കിലും മക്കൾക്ക് ഈ മോഡൽ എക്സാം എഴുതണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ഇയറിനുള്ള നമ്മുടെ അഗ്നി ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ഫ്രീ ആയി കിട്ടുന്നുണ്ടാകും. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലുള്ളവർക്കെല്ലാം ഈ ഒരു മോഡൽ എക്സാം കിട്ടുന്നുണ്ടാകും കേട്ടോ. അപ്പം February 5-നാണ് നമ്മുടെ മോഡൽ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ February 5-ന് നമ്മുടെ ഫിസിക്സിൻ്റെ മോഡൽ എക്സാം വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ 6-ന് നമ്മുടെ കെമിസ്ട്രി ആയിരിക്കും. ആൻഡ് February 7-ന് മാത്സ്, 8-ന് സോഷ്യൽ സയൻസ്, 9-ന് ബയോളജി, 10-ന് ഇംഗ്ലീഷ്, 11-ന് ഹിന്ദി ആൻഡ് 12-ന് മലയാളം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. ഈ രീതിയിലായിരിക്കും നിങ്ങളുടെ ടൈം ടേബിൾ വരുന്നുണ്ടാവുക. അപ്പോൾ എൻ്റെ കുട്ടികളുടെ എല്ലാവരുടെയും ഇപ്പോൾ ഉള്ള ഈ ഒരു ടെൻഷനും, അല്ലെ നിങ്ങളാണെന്നുണ്ടെങ്കിൽ സിലബസ് അടുത്ത വർഷം കുറയ്ക്കുന്നു, നിങ്ങൾക്ക് കൂടുതലാണോ, അങ്ങനെ കുറേ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാവും. അപ്പം നമ്മൾ ഈ ഒരു സിലബസ് വെച്ചിട്ട് നിങ്ങൾ ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോവുകയാണ്, നിങ്ങളുടെ സിലബസ് മാറിയിരിക്കുകയാണ്. അതിൻ്റെ ടെൻഷൻസ് എല്ലാം മാറ്റി വെച്ച് നമ്മൾ നിങ്ങളുടെ മോഡൽ എക്സാം ഫേസ് ചെയ്യുന്നതിന് മുൻപ് അതേ പാറ്റേണിലുള്ള നമ്മളുടെ എക്സാമിനറിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പുതിയ പാറ്റേണിലും പുതിയ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് എൻ്റെ കുട്ടികൾക്ക് മോഡൽ എക്സാം ഒക്കെ എഴുതിയൊരു കോൺഫിഡൻസോട് കൂടി തന്നെ നിങ്ങളുടെ ഇനി വരുന്ന മോഡൽ എക്സാമും നിങ്ങളുടെ പബ്ലിക് എക്സാമും എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺഫിഡൻസ് ആയിരിക്കും ഇതിലൂടെ കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അതെൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ February 5 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ മോഡൽ എക്സാം എൻ്റെ മക്കൾക്ക് ഇനി വേറെ ആർക്കെങ്കിലും ഒക്കെ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മിസ് ഇപ്പോൾ പറയുന്നില്ല നിങ്ങൾ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ അഡ്മിഷൻ എടുത്തോളൂ എന്ന്, കാരണം ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് വളരെ ബുദ്ധിപൂർവ്വം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ +1 അഗ്നി ബാച്ച്. നിങ്ങൾ സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും കമ്പ്യൂട്ടർ സയൻസ് ആയാലും ഏതായാലും നമ്മുടെ അഗ്നി ബാച്ചിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഈ മോഡൽ എക്സാംസും അറ്റൻഡ് ചെയ്യാം. ഇനി ഇതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ട്സോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ എക്സാം ടൈമിൽ നമ്മുടേത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതുമാത്രമല്ല നമ്മുടെ നെക്സ്റ്റ് ഇയറിൻ്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിലൂടെയും റെക്കോർഡഡ് ക്ലാസ്സിലൂടെയും വർക്ക്ഷീറ്റും ഒക്കെ വെച്ച് സ്റ്റാർട്ടിങ് മുതലേ പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ രീതിയിൽ എൻ്റെ മക്കൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. അതേപോലെ തന്നെ February 5 മുതൽ സ്റ്റാർട്ടിങ് മുതലുള്ള എല്ലാ എക്സാംസും നിങ്ങൾക്ക് വലിയ ബേർഡൻ ഒന്നും ഇല്ലാതെ തന്നെ ഓരോ ദിവസമായിട്ട് എക്സാം അറ്റൻഡ് ചെയ്ത് പോകാനും പറ്റും. അപ്പോൾ ഈ രീതിയിൽ എൻ്റെ മക്കൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെക്കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ആൻഡ് ബാച്ചിലുള്ള മക്കൾ പ്രത്യേകം ഈ ഒരു ടൈം ടേബിൾ നോട്ട് ചെയ്യുക. എല്ലാവരും തന്നെ ഈ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.